ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നാം എന്താണോ ആഗ്രഹിക്കുന്നത് അതായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. നശിക്കുന്ന വസ്തുക്കളെ ആഗ്രഹിച്ചാൽ അത് കിട്ടും. അനശ്വരമായതിനെ ആഗ്രഹിച്ചാൽ അതും നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ഒരു കവി പറയുകയാണ്, നശ്വരാഭോഗം കൊതിച്ചാലാരും അക്ഷരസാരം ഗ്രഹിക്കാ, ക്ലേശിച്ചു നേടേണ്ടത് ഈശ്വരജ്ഞാനമാണാവരദാനം വരേണ്യം. ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ്? അനശ്വരമായതിനെ ആഗ്രഹിക്കുക എന്നതാണ്. അതായത് നശിക്കുന്ന ഇന്ദ്രിയങ്ങളിൽ കൂടിയുള്ള ഈ ഭോഗങ്ങളെ ആഗ്രഹിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ അതിനു വേണ്ടി പരിശ്രമിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അക്ഷരസാരം ഗ്രഹിക്കാം, ഒരിക്കലും നശിക്കാത്ത ആത്മജ്ഞാനം ഉണ്ടാവുകയില്ല. അതാണ് നശ്വരാഭോഗം കൊതിച്ചാലാരും അക്ഷരസാരം അക്ഷരമായിരിക്കുന്ന ഒരിക്കലും ക്ഷയിക്കാത്ത ആത്മജ്ഞാനം ഗ്രഹിക്കാൻ, അല്ലെങ്കിൽ ആത്മജ്ഞാനം ബോധിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് എന്ത് ക്ലേശം സഹിച്ചും നാം നേടേണ്ടത് അക്ഷരജ്ഞാനമാണ്. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. അതുകൊണ്ടാണ് പറയുന്നത്, ക്ലേശിച്ചു നേടേണ്ടത് ഈശ്വരജ്ഞാനമാണ് ആ വരദാനം വരേണ്യം. നമ്മൾ എന്ത് ക്ലേശം സഹിച്ചും എന്ത് ദുഃഖം സഹിച്ചും നേടേണ്ടത് ഈശ്വരജ്ഞാനമാണ്. ആരാണ് ഈശ്വരൻ? എവിടെയാണ് ഈശ്വരൻ? ഈ ഞാനെന്ന് പറയുന്നത് ആരാണ്? ഇത്തരത്തിലുള്ള അറിവ് കൊണ്ട് നാം ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥയാകുന്ന ആ ആത്മബോധം ലഭിക്കാനുള്ള അറിവ് നേടി അതിനനുസരിച്ച് ജീവിക്കുമ്പോൾ അത് അനുഭവതലത്തിൽ നമുക്കുണ്ടാകും. ആ അനുഭവതലത്തിൽ ഉണ്ടായിക്കഴിയുമ്പോൾ നമുക്ക് പരിപൂർണ സംതൃപ്തിയായിരിക്കും അനുഭവമാവുക. അവിടെയാണ് അമരത്വത്തെ നാം പ്രാപിക്കും. മരണം എന്ന അവസ്ഥ നമുക്കില്ല എന്ന് ബോധിച്ചാൽ പിന്നെ നമുക്കെന്ത് ഭയമാണുള്ളത്? അവിടെ നാം അനാഥരല്ല, നാം ഒന്നും ഭയപ്പെടേണ്ടതായിട്ടില്ല, ഭയക്കത്തക്ക ഒന്നും തന്നെ ഇവിടെ ഇല്ല എന്ന ബോധം നമ്മളിൽ ഉദയം ചെയ്യും. നശ്വരാഭോഗം കൊതിച്ചാലാരും അക്ഷരസാരം ഗ്രഹിക്കാം, ക്ലേശിച്ചു നേടേണ്ടത് ഈശ്വരജ്ഞാനമാണ് ആ വരദാനം വരേണ്യം.